عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതലൊന്നും ആമുഖമായി ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഇന്നും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു മഹത്തമായ കാരണത്തിന് വേണ്ടിയിട്ടാണ്. ഫലസ്തീൻ മണ്ണിൽ നിരപരാധികളായി രക്തസാക്ഷികളാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം എന്തിന്റെ ഭാഗമായിട്ടാണ് ഫലസ്തീൻ ഇന്നും ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ മർദ്ദനത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. 1917 വെൽഫോർഡ് കോൺഫറൻസിൽ സംഭവിച്ചത് എന്താ? സയനിസ്റ്റ് ലോബികൾക്ക് സൃഷ്ടി നൽകി കൊളോണിയൽ ഭീകരതയുടെ സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് സയനിസം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ സയനിസ്റ്റ് ശക്തികളാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക രംഗങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ ആയുധ ലോബികൾ, അതുപോലെ തന്നെ മാധ്യമ രംഗങ്ങൾ, ഇതൊക്കെ സയനിസത്തിന്റെ കീഴിലാണ്. ഇവർ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലോകം ഫലസ്തീനിനെ തെറ്റിദ്ധരിക്കപ്പെട്ടത്. ഈ ഫലസ്തീൻ ജനത ഇത് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ രാഷ്ട്രീയ ഫലസ്തീൻ ജനതകൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം പല രീതിയിൽ മൗനികളായി ഐക്യരാഷ്ട്രസഭ സമാധാനത്തിന് വേണ്ടി വിവിധ മേഖലകളിൽ നിന്നും ചർച്ച ചെയ്യുന്നു. നമ്മൾ സമാധാനം വേണം, വംശഹത്യയാണെന്ന് പോലും അവർ അംഗീകരിച്ചത് 1.5 വർഷത്തിന്റെ ശേഷമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ലോക സമാധാനത്തിന് വേണ്ടി അടിയുറച്ചു നിൽക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ഫലസ്തീനിന് വേണ്ടി അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. എന്തിനു വേണ്ടി? ഇന്ന് സമാധാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ കരളും കെൽപ്പും ചങ്കൂറ്റവും ചങ്കുറപ്പും നേടിക്കൊണ്ട് ഈ ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫലസ്തീനുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്കിന്ന് ചെയ്യാൻ കഴിയുന്നത് എന്താ? നമ്മുടെ പരിമിതികളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? ഈ ആയുധ ലോബികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുക. അതിന്റെ ഭാഗമായി ഈ ആളുകളെയൊക്കെ ബോധവൽക്കരണം ചെയ്യുക. അതുപോലെ തന്നെ അവർ ശക്തമായി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അവർ ശക്തി നൽകുന്ന, അവർക്ക് സഹായം നൽകുന്ന സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുക, അവരെ പീഡിതരെ സഹായിക്കുക. അതുമാത്രമല്ല, സത്യസന്ധമായി നമ്മൾ ദുആ ചെയ്യുക. പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങളോട് നമ്മൾ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചു തന്നതുപോലെ തന്നെ ദുആ ചെയ്യാൻ നമ്മൾ ശക്തമായി ഫലസ്തീനികൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ ശക്തമായി നിലനിൽക്കണം. നിങ്ങൾ നോക്കൂ, ഇന്ന് ഇന്ത്യയിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒളിമ്പ്യാഡ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഡൽഹി ബേസിൽ സംഘടിപ്പിച്ച ഈ ഒളിമ്പ്യാഡിൽ ഫലസ്തീനിന് വേണ്ടി ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പ്രഖ്യാപിച്ചത് എന്താ? ഇസ്രായേലിന്റെ കൊടിയെ ഇവിടെ ഞങ്ങൾ ഉയർത്തുകയില്ല, അവർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, ഞങ്ങൾ ഇസ്രായേൽ കൊടികളെ ഉയർത്തുകയില്ല എന്ന് ശക്തമായി അവർ പറയുന്നു. അവർ പറഞ്ഞത് എന്താ? ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ഇവിടെ ചെയ്യും. ഞങ്ങളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അക്കാദമിക് ഇന്റലക്ച്വലെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര മാത്രമാണ്. അങ്ങനെ അവർ ചെയ്തതിന്റെ ഫലമായി ഇസ്രായേൽ ഇന്ന് ആ പരിപാടിക്ക് പങ്കെടുത്തില്ല. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മേഖലകളിൽ, വിവിധ സ്ഥാപനങ്ങൾ, വിവിധ മേഖലകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ, ഇസ്രായേലിനെതിരെ സംഘടിപ്പിക്കാൻ, ഇസ്രായേൽ ലോകശക്തികളെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. അതിന് കഴിയണം. അത് മാത്രമല്ല, ഇതിന് ശക്തമായ ഒരു കാരണമാണ്. അതുകൂടെ കൂടി ചേർന്നിട്ട് നാളെ ഈ ലോകം കീഴ്മേൽ മറിക്കപ്പെടുമ്പോൾ ഫലസ്തീൻ വിജയകോടി നാട്ടുക തന്നെ ചെയ്യും. അന്ന് അവരുടെ കൂടെ നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മളെ തുണക്കട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.